എല്ലാം ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിൽ എന്താണ് വ്യത്യാസം? ജീവനുള്ളതിൽ, ജീവജാലങ്ങളിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ലിവിങ് തിങ്സിൽ നമ്മൾ ബയോളജിക്കൽ മെക്കാനിസം നടക്കാൻ ആവശ്യമായിട്ടുള്ള ആറ്റങ്ങളുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഫങ്ഷൻസ് ഓഫ് സെൽസ്, ഓർഗൻസ്, മെറ്റാബോളിസം, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടാവും. സെൽ സ്ട്രക്ചർ മെയ്ഡപ്പ് ഓഫ് 1 or more സെല്ലായിരിക്കും ഈ ജീവനുള്ളതിൽ ഉള്ളത്. മെറ്റാബോളിസമൊക്കെ കെമിക്കൽ റിയാക്ഷൻസൊക്കെ നടക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ അതിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻറ്റേർണലി അതെല്ലാം നടക്കുന്നുണ്ടായിരിക്കാം. ഗ്രോത്ത് ഉണ്ടായിരിക്കാം, സെൽ ഡിവിഷൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കാം, റീപ്രൊഡക്റ്റീവ് അതിൻ്റെ കോപ്പി എടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കാം, അതിൻ്റെ ഉള്ളിൽ തന്നെ ഫങ്ഷൻ ഉണ്ടായിരിക്കാം, അത് ഫിസിക്കലിയും ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ റെസ്പോൺസ് ചെയ്യാനുള്ള, അതായത് ഉത്തേജനങ്ങൾ ഉണ്ടായിരിക്കും. ആ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ആറ്റങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. ഈ ജീവജാലങ്ങളിൽ ആറ്റങ്ങളുടെ ക്രമീകരണത്തിലൂടെയാണ് ഈ ഫങ്ഷൻസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നത്. അഡാപ്റ്റേഷൻ ഓഫ് എവല്യൂഷൻ, ഇതൊക്കെ അതിന് സാധിക്കും. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻറ്റേർണലി സ്റ്റെബിലിറ്റി ചെയ്യാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള തരത്തിലാണ് ആറ്റങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക. ലൈഫ് സൈക്കിൾ, ബർത്ത്, ഗ്രോത്ത്, ഡെത്ത്, ഇതിലെല്ലാം അത് പെടും. അതായത് ജീവജാലങ്ങൾ പെടും, ലൈഫ് സൈക്കിളിൽ ഉണ്ടായിരിക്കും. എന്നാൽ നോൺ ലിവിങ് തിങ്സിൽ വളരെ കുറഞ്ഞ ഫങ്ഷൻസ് ആയിരിക്കും. സെല്ലുകൾ മോളിക്യൂൾസ് ആയിരിക്കും. അത് റിപ്പീറ്റഡ് ആയിട്ട് 3D പാറ്റേണിലോ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ആ ഒരു സിമ്പിളായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ജലതന്മാത്ര എടുത്തു കഴിഞ്ഞാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും, അത് റിപ്പീറ്റഡ് ആയിരിക്കും. അതേപോലെ ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ C6H 10 ഹൈഡ്രജനും 5 ഓക്സിജനും കാർബൺ 6 ഒക്കെ എടുത്ത് വരുന്നതാണ് ഒരു ഗ്ലൂക്കോസ് എന്ന് പറയാം. എന്നാൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ DNA മാത്രം എടുത്തു കഴിഞ്ഞാൽ തൈമിൻ, അഡിനൈൻ, സൈറ്റോസൈൻ, ഗ്വാനിൻ, ഇങ്ങനെ ഇത്രയധികം കെമിക്കൽ അറേഞ്ച്മെൻറ്റ്സ്, ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ തൈമിനിൽ തന്നെ 5 കാർബണും 6 ഹൈഡ്രജനും 2 നൈട്രജനും 2 ഓക്സിജനും ഉണ്ടായിരിക്കും. അതേപോലെ അഡിനൈൻ 5 കാർബണും 5 ഹൈഡ്രജനും 5 നൈട്രജനും. അതേപോലെ തന്നെ സൈറ്റോസൈനിലും ഇതേപോലെ തന്നെയാണ്. ഈ കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും ഫോസ്ഫേറ്റും ഒക്കെ കൂടിയ ആറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ജീവജാലങ്ങളിലുള്ളത്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് കോൺഷ്യസ്നസ്, പ്രസൻസ് ഓഫ് കോൺഷ്യസ്നസ് ആണ്. അത് ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും ഉണ്ടായിരിക്കും. പക്ഷേ അത് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഒരു എസൻസ്, ആ ഒരു പ്രസൻസ്, അത് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഇതിൽ ജീവജാലങ്ങളിൽ ഇത്രയും അധികം ഫാക്ടറി പോലെ ഒരു ഫങ്ഷൻസ് നടക്കത്തക്ക രീതിയിലാണ് ആറ്റങ്ങളുടെ ക്രമീകരണം ഉള്ളത്. അപ്പോൾ ഗ്രോത്ത് ഉണ്ടായിരിക്കാം, അത് അഡാപ്റ്റേഷൻ, എവല്യൂഷൻ സംഭവിക്കുന്നുണ്ടാവാം, പ്രകൃതിയുമായിട്ട് റിയാക്ഷൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ മെറ്റാബോളിസം ഒക്കെ വർക്ക് ചെയ്യുന്ന, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. മെറ്റാബോളിസം എന്തിനാണ്? കെമിക്കൽ റിയാക്ഷൻസ് ടു ജനറേറ്റ് എനർജിയാണ്. അപ്പോൾ അതൊക്കെ ഫങ്ഷൻ ചെയ്യാനുള്ള ആറ്റങ്ങളുടെ ഒരു ക്രമീകരണം, പിന്നെ ജനറ്റിക് ഇൻഫർമേഷൻസുകൾ എല്ലാം അടങ്ങുന്ന ഒരു ആറ്റങ്ങളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിരിക്കും ജീവജാലങ്ങളിൽ ഉണ്ടായിരിക്കുക. പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് കോൺഷ്യസ്നസ്, അതെല്ലാത്തിലും ഉണ്ടായിരിക്കും. പക്ഷേ സ്റ്റേജസുകളുണ്ട്. ഈ കോൺഷ്യസ്നെസ്സിന് സ്റ്റേജസുകളുണ്ട്, ആ പ്രസൻസ് ഓഫ് ലൈഫിന് സ്റ്റേജുകളുണ്ടെന്ന് മാത്രം. അപ്പോൾ ആ ഒരു ലൈഫ്, ആ ഒരു കറൻറ്റ് ഇതിലേക്ക് കണക്ഷൻ ഇല്ല എങ്കിൽ എല്ലാം വിഘടിച്ചു പോകും. ഈ ആറ്റങ്ങളുടെ ക്രമീകരണം എല്ലാം വളരെ പെട്ടെന്ന് ഡീക്കേ ആയി എല്ലാം വിഘടനം സംഭവിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഈ ലൈഫ് സൈക്കിളിലുള്ള ജീവജാലങ്ങളിലും സംഭവിക്കുന്നത്. ലൈഫ് സൈക്കിളിലുള്ള ഈ ആറ്റങ്ങൾ, ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആറ്റങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വർക്ക് ചെയ്യാനുള്ള, ഫങ്ഷൻ ചെയ്യാനുള്ള ആ ഒരു ലൈഫ് കറൻറ്റ് കറക്റ്റായിട്ട് വന്നിട്ടില്ല എങ്കിൽ അവിടെ വിഘടനം സംഭവിക്കും, ഡീക്കേ ആകും. അപ്പോൾ ജീവജാലങ്ങൾ പെട്ടെന്ന് അതൊരു ലൈഫ് സൈക്കിളിൽ പെടുന്നുണ്ട്. അതായത് ബർത്ത്, ഗ്രോത്ത്, ഡെത്ത് എന്നുള്ള ഒരു സൈക്കിളിലേക്ക് പെട്ടുപോകും. എന്നാൽ ജീവനില്ലാത്തതിൽ അത്ര പെട്ടെന്ന് ഡീക്കേ ആകുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ട് ആയിരിക്കും അത്. ഇത്രയും അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് അതിലില്ല.
അതിൽ 3D പാറ്റേണോ അല്ലെങ്കിൽ മോളിക്യൂൾസ് കൊണ്ടോ മാത്രമായിരിക്കും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യനിലായാലും ഇപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ജീവജാലങ്ങളിൽ ഈ ആറ്റങ്ങളുടെ ഈ ക്രമീകരണം പല ജീവജാലങ്ങളിലും വ്യത്യാസമുണ്ട്. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ആ കോൺഷ്യസ്നെസ്സിൻ്റെ അവബോധത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു കോൺഷ്യസ്നെസ് തന്നെ സ്റ്റേജസുകളുണ്ട്, പലർക്കും പല ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവനവൻ്റെ ആ ഒരു മെൻ്റൽ പ്ലെയിൻ എവിടെയാണ് നിൽക്കുന്നത്, എനർജി എവിടെയാണ് വൈബ്രേഷൻ ചെയ്യുന്നത്, ആ ഒരു ഫ്രീക്വൻസി ആയിരിക്കും, ആ ഒരു ഡയമെൻഷനിലായിരിക്കും അവരുടെ കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കുക. അപ്പോൾ സ്റ്റേജസ് ഉണ്ട്, ഈ കോൺഷ്യസ്നെസ്സിന് തന്നെ സ്റ്റേജുകളുണ്ട്. അപ്പം നമ്മൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്നുള്ളത് ആ സ്റ്റേജിൽ നമുക്ക് സ്ഥിരമായിട്ട് തുടരണം എങ്കിലും നമ്മളൊരു ഡയമെൻഷനിൽ, നമ്മളിപ്പോൾ 3D ഡയമെൻഷനിലാണ് എല്ലാവരും ഫിസിക്കൽ മനുഷ്യനായിട്ടുള്ള എല്ലാവരും നിൽക്കുന്നത് എങ്കിൽ നമ്മളുടെ മെൻ്റലി നമ്മളുടെ ആ ഒരു സോളിൻ്റെ ഒരു ഡയമെൻഷൻ അവിടെ തുടരണമെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ആ മെൻ്റൽ പ്ലെയിനിൽ നടക്കുന്ന ചിന്തകൾ നിരീക്ഷിക്കാനും അവയർനെസ് ഉണ്ടായിരിക്കണം, കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഡൗൺ ആയിട്ടുള്ള ഡയമെൻഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് സഫറിങ് അനുഭവപ്പെടും. അവിടെ ഇമോഷണൽ ബ്ലോക്ക്, മെൻ്റൽ ബ്ലോക്ക്, ഫീലിംഗ് ബ്ലോക്ക് ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അവിടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ ഫിസിക്കലി ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് എങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ എനർജി ഫ്ലോ ചെയ്യാനുള്ള റെസ്ട്രിക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മളിലേക്ക് ഈ ഒരു ലൈഫ് കറൻറ്റ് എത്താനുള്ള ഒരു തടസ്സമുണ്ടായിരിക്കും. നമുക്കവിടെ ഇമോഷണൽ ബ്ലോക്കുകൾ അനുഭവപ്പെടും. അപ്പോൾ ലൈഫ് കറൻറ്റ് എത്താനുള്ള ഒരു തടസ്സം അവിടെ അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മളുടെ മെൻ്റൽ പ്ലെയിന് ഏത് ഫ്രീക്വൻസിയിലാണ്, ഏത് ഡയമെൻഷനിലാണ് എന്നുള്ളത് അനുസരിച്ചാണ് നമ്മളിലേക്ക് ഈ ഒരു കറൻറ്റ്, ഒരു ലൈഫ് കറൻറ്റ് നമ്മളുടെ എല്ലാ സെല്ലുകളിലേക്കും എല്ലാ ആറ്റങ്ങളിലേക്കും കിട്ടുന്നത്. അപ്പോൾ ജീവൻ ഇല്ലാതെ, ആ ലൈഫ് കറൻറ്റ് ഇല്ലാത്ത ഒരവസ്ഥയിൽ എല്ലാ ആറ്റങ്ങളും വിഘടിച്ചു പോകും. ഇത്രയും അധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു പവർ ഇല്ലാതെയാകും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡീക്കേ ആയി മാറും. അപ്പോൾ നമ്മുടെ സ്റ്റേജുകൾ, നമ്മളുടെ മെൻ്റൽ പ്ലെയിൻ്റെ സ്റ്റേജുകൾ നമ്മൾക്ക് എങ്ങനെ അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 4th ഡയമെൻഷനിലാണ് നിൽക്കുന്നത് എങ്കിൽ ഏകദേശം നമ്മൾ എർത്തിൻ്റെ ഡയമെൻഷനിലാണ് നമ്മളുടെ മെൻ്റൽ പ്ലെയിൻ ഉള്ളത് എങ്കിൽ നമ്മൾക്ക് ഏകദേശം 50% ഓഫ് ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഫിയർ ഉണ്ടായിരിക്കാം, കോംപ്ലക്സ് ഉണ്ടായിരിക്കാം, അതേപോലെ നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ബ്ലോക്കുകളൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും. നമ്മളിനിയും കുറച്ചൊരു 4th ഡയമെൻഷനിലേക്ക് നമ്മളുടെ മെൻ്റൽ പ്ലെയിൻ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ സർഗാത്മകത ഒക്കെ പുറത്തേക്ക് പ്രകടമാകാൻ തുടങ്ങും, ചൈതന്യമുണ്ടായിരിക്കും, അതേപോലെ സൂക്ഷ്മമായ ഒരു അവബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ 5th ഡയമെൻഷനിലേക്ക് നമ്മളുടെ ഫ്രീക്വൻസി ഉയർന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ഡെൻസിറ്റി ബ്ലോക്ക് വളരെ കുറവായിരിക്കും, 40% മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 40% എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്കെയിലിന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ആ ഒരു ഡെൻസിറ്റിയുടെ സ്കെയിലിന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ പെർസെൻറ്റേജ് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 40% ബ്ലോക്കേജസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവിടെ ടെമ്പററി ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, നമുക്കൊരു ബ്ലിസ് സ്റ്റേജൊക്കെ അനുഭവിക്കാൻ പറ്റും 5th ഡയമെൻഷനിൽ. പക്ഷേ അത് ടെമ്പററി ആയിരിക്കും, നമുക്കൊരിക്കലും സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഡയമെൻഷനിലേക്ക് നമ്മളുടെ ഒരു ഫ്രീക്വൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് എങ്കിൽ, ഇങ്ങനെ അടുത്ത ഒരു ഡയമെൻഷനിലേക്ക് നമ്മളുടെ ഫ്രീക്വൻസി ഇൻക്രീസ് ആകണമെങ്കിൽ നമ്മളുടെ മെൻ്റൽ പ്ലെയിനിലുള്ള തോട്ട്സിനെ അവയർനെസ്സോടുകൂടി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ അടുത്ത ഡയമെൻഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ തോട്ട്സിനെ കുറിച്ച് നമ്മൾ ഫിസിക്കലി എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ചിന്തകളെക്കുറിച്ച് നമ്മൾ അവെയറായിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു അടുത്തൊരു ഡയമെൻഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ചിന്തകൾ ഇൻക്രീസ് ആകുമ്പോൾ നമ്മളുടെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ നമുക്ക് ഡൗൺ ഫ്രീക്വൻസിയിലുള്ള ആ ഒരു ഇമോഷൻസിനെ മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുകളിലുള്ള ഡയമെൻഷൻ സ്കെയിലിലുള്ള ഫ്രീക്വൻസികളൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. സമാധാനം, ശാന്തത, ദൈവികമായ ഒരു ഉൾക്കാഴ്ച, ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ഡയമെൻഷൻ, നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകളെക്കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരായിരിക്കണം. ഫിസിക്കലി നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ചിന്ത എന്താണ്, നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഇവിടെ സങ്കല്പിക്കുന്നത്, ചിന്തിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇല്ല എങ്കിൽ നമുക്കവിടെ സ്ഥിരമായിട്ട് തുടരാൻ സാധിക്കില്ല.
നമ്മളിനി 7Dയിലേക്ക് എത്തിയാൽ അവിടെ ഡെൻസിറ്റി ഒരു 20% മാത്രം ബ്ലോക്കേജസ് ഉണ്ടായിരിക്കുള്ളൂ. അവിടെ അറിവുണ്ടായിരിക്കാം. ആ അറിവ് നമ്മൾക്ക് ബ്ലോക്കേജസ് കുറയാൻ സഹായിക്കും. അപ്പോൾ ഡെൻസിറ്റി ബ്ലോക്ക് 20% ഉള്ളപ്പോൾ നമുക്ക് കാരുണ്യം ഉണ്ടായിരിക്കും, ആത്മജ്ഞാനം ഉണ്ടായിരിക്കും, എല്ലാ കാര്യത്തിനും ഒരു വ്യക്തത ഉണ്ടായിരിക്കും. കാരണം അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞു. എക്സ്പീരിയൻസിലൂടെ നേടാം. അറിവ്, ജ്ഞാനം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിലൂടെ നേടാമെങ്കിൽ അറിവ് നമ്മൾ പഠിച്ച് വായിച്ച് കേട്ട് ഒക്കെ അറിയുന്നതാണ്. എന്നാൽ ജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെ മാത്രമാണ് നമുക്കത് സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും, ഒരു 7 ഡെൻസിറ്റിയിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഒരുപാട് അനുഭവജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ അവിടെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ക്രിയേഷൻ, നമ്മൾ എന്തിനാണോ വന്നിട്ടുള്ളൊരു ലൈഫിൻ്റെ ഒരു പർപ്പസ് നമ്മളിലേക്ക് എത്താൻ തുടങ്ങും. അപ്പോൾ അവിടെ ഡെൻസിറ്റി ബ്ലോക്കേജസ് ഉണ്ടായിരിക്കില്ല. നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് മെൻ്റലി നമ്മൾ വളരെയധികം ഡിറ്റാച്ച്ഡായി കഴിഞ്ഞിട്ടുണ്ടാവും. ഫിസിക്കലി നമ്മൾ ആരോടും ഇടപഴകാനും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. കാരണം മെൻ്റലി നമ്മൾക്കൊരു ബ്ലോക്ക് ഉണ്ടായിരിക്കില്ല. മെൻ്റലി എല്ലാവരുമായിട്ട് നമ്മൾ ഡിറ്റാച്ച്ഡായി കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ അടുത്ത ഒരു ഡയമെൻഷനിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 10% ഓഫ് ഡെൻസിറ്റി ബ്ലോക്കേജസ് മാത്രമേ അവിടെ ഉണ്ടാവൂ. ഈ പേഴ്സൻറ്റേജ് പറയുന്നത് ആ ഒരു സ്കെയിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ അവിടെ നമുക്കൊരു ഡിസിപ്ലിൻ, കംപ്ലീറ്റ് ലൈഫിലൊരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ആന്തരികമായിട്ടുള്ളൊരു സമാധാനം, സ്റ്റേബിളായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും നമ്മളുടെ ചിന്തകളെ കുറിച്ച് അവെയർ അല്ല എങ്കിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളെക്കുറിച്ച് അവെയർ അല്ല എങ്കിൽ വീണ്ടും നമ്മൾ ഡൗൺ ഫ്രീക്വൻസിയിലേക്ക് പോകും. ഡൗൺ ഫ്രീക്വൻസി നമ്മളെ ലോവർ ഡയമെൻഷനിലേക്ക് നമ്മളെ മൂവ് ചെയ്യിക്കും. ലോവർ ഡയമെൻഷനിൽ എന്താണുള്ളത്? നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഹയർ ഡയമെൻഷനിലുള്ള ആ ഒരു ഹയർ ഇമോഷൻസ്, ഹാപ്പി ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് അധികം സമയം നിലനിൽക്കില്ല. അപ്പോൾ നമ്മൾ മെൻ്റലി എപ്പോഴും അവെയർനെസ്സോട് കൂടി ഇരുന്നാൽ മാത്രമാണ് ഹയർ ഡയമെൻഷനിൽ, ഹയർ റിയലത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു തലത്തിൽ നമ്മൾക്ക് സ്ഥിരത ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇനി ഒരു 9th ഡയമെൻഷനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ 5% മാത്രമാണ് ഒരു ഡെൻസിറ്റി ബ്ലോക്കേജസ് ഉണ്ടായിരിക്കുള്ളൂ. അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു ആന്തരികമായിട്ടുള്ള പരമാനന്ദം, ദൈവികമായിട്ടുള്ള ഐക്യം, ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് എല്ലാ കോശങ്ങളിലേക്കും, നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ സെല്ലിലേക്കും വളരെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് പെട്ടെന്ന് റിക്കവർ ആകാൻ തുടങ്ങും. അപ്പോൾ എനർജി ബ്ലോക്കേജസ് ഇല്ലാതെ, ഡെൻസിറ്റി ബ്ലോക്കേജസ് ഇല്ലാതെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കും. നമ്മളും ജീവിക്കുന്നത് ഇതേ പ്രപഞ്ചത്തിലാണ്. ഇനി നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരും നമ്മളെപ്പോലെ തന്നെ ഇതേ പ്രപഞ്ചത്തിൽ തന്നെയാണ്. അപ്പോൾ ആരാണോ ഹയർ ഡയമെൻഷനിൽ ഫ്രീക്വൻസി വൈബ്രേഷനിൽ ഉയർന്നു നിൽക്കുന്നത് അവർക്ക് വളരെ കുറച്ച് മാത്രമായിരിക്കും നെഗറ്റീവ് ഇമോഷൻസ് എക്സ്പീരിയൻസ് എടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഡയമെൻഷൻ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ മെൻ്റലി നമ്മളുടെ ചിന്തകളെക്കുറിച്ച് അവെയർനെസ് ഉള്ളവരായിരിക്കണം, എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഒരു മെൻ്റൽ ബ്ലോക്ക് അനുഭവപ്പെടില്ല. അവരോട് നമുക്ക് അളവില്ലാത്ത സ്നേഹവും പരിഗണനയും ഒരു സഹാനുഭൂതിയും ഒക്കെയാണ് അനുഭവപ്പെടുക. ഇല്ല എങ്കിൽ നമ്മളുടെ ഒരു ഇൻ്റലക്ച്വൽ മൈൻഡായിരിക്കും അവിടെ വർക്ക് ചെയ്യുക. ബ്ലോക്ക് ഉണ്ട് എങ്കിൽ നമ്മളുടെ ഇൻ്റലക്ച്വൽ മൈൻഡായിരിക്കും അവിടെ വർക്ക് ചെയ്യുക. പലപ്പോഴും നമ്മൾ ഹയർ ഡയമെൻഷനിലേക്ക് പോകാതെ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് നമ്മളുടെ അനലിറ്റിക്കൽ ഇൻ്റലക്ച്വൽ മൈൻഡ് തന്നെയാണ്. നമ്മൾ അവരെക്കുറിച്ച് ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ വസ്തുവിനെക്കുറിച്ചോ നമ്മൾ ജഡ്ജ്മെൻറ്റ് നടത്തുമ്പോഴാണ് അനലിറ്റിക്കൽ മൈൻഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് പലപ്പോഴും ഈ ബ്ലോക്കേജസ് ഉണ്ടാകുന്നത്. അല്ല എങ്കിൽ ആ അടുത്ത് നിൽക്കുന്ന വ്യക്തിയോടോ വസ്തുക്കളോടോ ഒന്നിനോടും നമുക്കൊരു റെസ്ട്രിക്റ്റ് ഉണ്ടായിരിക്കില്ല. ആ എനർജി നമ്മളിൽ ആ ഒരു ഡിവൈൻ എനർജി ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും, അത് യാതൊരു തടസ്സവുമില്ലാതെ. ഇൻ്റലക്ച്വൽ അനലിറ്റിക്കൽ മൈൻഡ് നമ്മളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജഡ്ജ്മെൻറ്റ് തുടങ്ങും. ആ വ്യക്തിയുമായിട്ട് നമുക്ക് അധികം നേരം സംസാരിക്കുമ്പോൾ ആ ഒരു മെൻ്റൽ ഇമോഷൻസിൽ നമ്മൾ ഹേർട്ടാകും. അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നമുക്കധികം അവരുമായിട്ട് ഇടപഴകാൻ സാധിക്കാതെ വരും. എല്ലാത്തിലും നമ്മളൊരു സ്മൂത്തായിട്ടുള്ള, അവരെങ്ങനെയുള്ള വ്യക്തികളായാലും നമ്മൾക്ക് അവരുമായിട്ട് ഇടപഴകാൻ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല. അതാണ് അവിടെ ആ ഒരു ഡെൻസിറ്റി കുറയുമ്പോൾ അനുഭവപ്പെടുന്നത്.
അപ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും ആ ഒരു മെൻറ്റാലിറ്റിയിൽ. അപ്പോൾ അത് സ്ഥിരമായിട്ട് നിലനിൽക്കണമെങ്കിലോ ഇനി ഇവിടം വരെ എത്തിയിട്ടുള്ള ഒരു വ്യക്തിക്കും അത് സ്ഥിരമായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കണമെന്നില്ല. അപ്പോഴും ഡൗൺവേർഡിലേക്ക് നമ്മൾ ചിലപ്പോൾ പോകാം, നമ്മളുടെ ഫ്രീക്വൻസി പലപ്പോഴും ലോ ആകാം. അതിന് കാരണം നമ്മൾ മെൻ്റലി അവെയർനെസ് ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തകളിൽ നമ്മൾക്ക് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ള അവെയർനെസ് ഇല്ല. ഒരു നിമിഷം നമ്മളുടെ ചിന്തകളെ നമ്മൾ അവെയർനെസ്സോടുകൂടി നിരീക്ഷിക്കാനും നമ്മളുടെ ഇമോഷനെ നമ്മൾ ഫോക്കസ് ചെയ്യാനും, അതായത് ശ്രദ്ധിക്കാനും, അതിനെ നമ്മൾ എന്താണ് നമ്മളുടെ ഇമോഷൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മൾക്ക് ആ ഒരു ഡൗൺ ഫ്രീക്വൻസിയിലേക്ക് പോകേണ്ടി വരില്ല. ഇമോഷനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തന്നെ ഇമോഷൻ അവിടെ ഇല്ലാതാകും. നമ്മൾക്കൊരു നെഗറ്റീവ് ഇമോഷൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെ നിരീക്ഷിക്കുമ്പോൾ തന്നെ അത് അപ്രത്യക്ഷമാകാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു എനർജി ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ബോധോദയം സംഭവിച്ച വ്യക്തികളോട് നമ്മൾക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഡിവൈൻ ഫീൽ അനുഭവപ്പെടും. അതേപോലെ തന്നെ അവരിൽ യാതൊരു ബ്ലോക്കും ഇല്ല. നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ എവിടെയും ഒരു സ്റ്റക്ക് നമുക്ക് അനുഭവപ്പെടില്ല. കൂടാതെ നമ്മളിലേക്ക് അവരിൽ നിന്ന് ആ ഒരു പ്രസൻസ് ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളും ആ ഒരു ബോധോദയത്തിലേക്ക് എത്തണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഫിസിക്കലി എന്ത് ചെയ്യുമ്പോഴായാലും നമ്മളുടെ മെൻ്റലി എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ഇമോഷൻ, അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്, കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ സെൽഫ് ഒരു 7 ഡയമെൻഷൻ വരേക്കും ഓരോ യൂണിവേഴ്സിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബോഡി സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഫിസിക്കലി നടക്കുന്ന പോലെ തന്നെ നമ്മളുടെ മെൻ്റൽ ബോഡിയും സഞ്ചരിക്കുന്നുണ്ട്. ഇത് എന്താണ് ചിന്തിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇതൊന്നും നമ്മൾ അറിയുന്ന പോലുമില്ല. പക്ഷെ അതിലേക്കൊക്കെ നമ്മളുടെ മെൻ്റൽ ബോഡിയിലേക്കൊക്കെ ഒരു ശ്രദ്ധ വരുമ്പോൾ, അതേപോലെ തന്നെ നമ്മളുടെ ഇൻ്റലക്ച്വൽ ബോഡിയും സഞ്ചരിക്കുന്നുണ്ട്. അനലിറ്റിക്കൽ ബോഡി, അതായത് സൈക്കോളജിക്കൽ മൈൻഡ്, ഇതും സഞ്ചരിക്കുന്നുണ്ട്. ഇത് ഏതൊക്കെ പാറ്റേണിൽ പോയി ലോക്ക്ഡ് ആണ് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അവെയർനെസ് ആണ് എങ്കിൽ ഈ 7 ബോഡിയെക്കുറിച്ച്, സോളിൻ്റെ 7 ബോഡിയെക്കുറിച്ച് നമ്മൾ അവെയർനെസ് ആണ് എങ്കിൽ നമ്മൾ എത്തിയ ഡയമെൻഷനിൽ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ഡൗണിലേക്ക് പോകും. അവിടെ നമുക്ക് ആ ഒരു എത്ര നമ്മൾ ബോധോദയം സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും നമ്മളുടെ അവെയർനെസ് ഇല്ലാതെ, കോൺഷ്യസ് ഇല്ലാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മെൻ്റൽ ബോഡിയും സൈക്കോളജിക്കൽ ബോഡിയും എല്ലാം നമ്മളുടെ ഫ്രീക്വൻസി കുറയും. കൂടുതൽ ചിന്തകൾ ഉണ്ടാവുമ്പോൾ ഫ്രീക്വൻസി കുറയും. അപ്പോൾ നമ്മൾ ഡൗൺ വേർഡായിട്ടുള്ള നെഗറ്റീവ് ഫീലിങ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് എല്ലാ മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാത്തിലും ഈ പ്രസൻസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു പ്രസൻസ് ഓഫ് കോൺഷ്യസ്നെസ് അത്രയും ഫങ്ഷൻ ചെയ്യുന്നത് ജീവജാലങ്ങളിലാണ്. കാരണം ഇത്രയും അധികം കോംപ്ലക്സ് ആയിട്ടുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് നടക്കത്തക്ക രീതിയിൽ വലിയൊരു ഫാക്ടറി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ പോലും. അത്രയും ദശലക്ഷക്കണക്കിന് ആറ്റങ്ങൾ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ജീവജാലങ്ങളിൽ ഉള്ളത്. അപ്പോൾ ആ ലൈഫ് കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ജീവജാലങ്ങൾ ആ ഒരു ഇതിലേക്ക് പ്രവർത്തിക്കുന്നു. ലൈഫ് ആ ഒരു കറൻറ്റ് ഫ്ലോ ചെയ്യാൻ ഈ ആറ്റങ്ങളിലേക്ക് എത്താൻ തടസ്സങ്ങൾ വരുമ്പോൾ അത് വിഘടിച്ച് ഇല്ലാതാകുന്നു. അല്ലാത്ത പക്ഷം അത് കറക്റ്റായിട്ട് അതിൻ്റെ ഫങ്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.